എല്ലാവർക്കും മോർണിംഗ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ച് സന്തോഷത്തോടെയിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു ദൈവനാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കും മനുഷ്യർക്കും സമാധാനം എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വായിച്ച് കേൾക്കപ്പെട്ട വാക്യമെന്ന് പറയുന്നത്, അതായത് സ്വർഗീയ ദൂതന്മാര് പറഞ്ഞ ശബ്ദമാണ് നാം ഈ കേൾക്കുന്നത്. അതായത് അതിന്റെ മുമ്പോട്ട വാക്യം ഇങ്ങനെ പറയുന്നു: സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അതായത് ദൂതന്മാർ ഒരുമിച്ച് ദൈവത്തെ പുകഴ്ത്തിയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയണ്ടേ? യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള വിഷയമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുവാൻ ഇടയായത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് പാവികളെ രക്ഷിപ്പാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. അതായത് പഴയ നിയമകാലത്ത് ഒരുവൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആമേൻ ഒരു യാഗമൃഗത്തെ കൊണ്ടുചെന്ന് പുരോഹിതന്റെ കരത്തിൽ ഏൽപ്പിച്ച് ആ യാഗവസ്തുവിനെ അറുത്ത് അതിന്റെ മേധസ് ആമേൻ ദഹിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ മണം സൗരഭ്യവാസന പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ആ ചെയ്ത കുറ്റത്തിന് അവർക്ക് പരിഹാരമുണ്ടാകും. എന്നാൽ ആമേൻ പൂർണ്ണമായിട്ട് ജനത്തെ വിടുവിക്കുവാൻ അങ്ങനെ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാവ് തന്റെ ഏകജാതന പുത്രനെ നമുക്ക് തരുവാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു പിതാവ്. ആകയാൽ ആ പിതാവ് വന്നത് ഇനി പിതാവ് തന്റെ മകനെ അയച്ചത് ഇനി ഒരു യാഗമില്ല. അവസാന യാഗമായിട്ട് തന്റെ മകനെ തന്നെ നമുക്ക് തന്നു. ആകയാൽ നാം അതുകൊണ്ട് ദൈവത്തെ നാം എപ്പോഴും സ്തുതിച്ചും നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവ സ്നേഹത്തെ നാം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മുടെ പാപപരിഹാരത്തിന് ഒരു യാഗവുമില്ല. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്നു. ഈ കർത്താവിന്റെ ജനനം എന്തിനായിരുന്നാണ്? പാപികളെ രക്ഷിപ്പാനായിരുന്നു. അപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രിയ സഹോദരങ്ങളെ, ആമേൻ, ഈ കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത്, അതായത് കന്യകയിൽ ഗർഭസ്ഥനായ ഒരു ജനിച്ചു വന്ന പൈതലായിരുന്നു യേശു കർത്താവ്. അനാദി കാലം മുതലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ യേശു കർത്താവ് ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെ പറയുവാനിടയായി, ദാവീദിന്റെ സന്തതിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. ആമേൻ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ആ കന്യകയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ പഴയ നിയമകാലം കഴിഞ്ഞു, മലാഖി കഴിഞ്ഞു, വീണ്ടും ഒരു 400 വർഷം ഒരു ഇരുണ്ട കാലം എന്ന് പറയുന്നു. അന്ന് ദൈവശബ്ദം കേൾക്കാനോ ഒരു പ്രവചന ശബ്ദം ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു 400 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് യേശു ക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സ്നാപക യോഹന്നാനെ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. കന്യകയിൽ, അതായത് സക്കരിയാവും എലിസബത്തിനും തലമുറ ഇല്ലാതിരുന്നു. അവര് പുരോഹിത ശുശ്രൂഷ ചെയ്ത സക്കരിയാവിന് അങ്ങനെ നല്ല വാർദ്ധക്യത്തില് യോഹന്നാനെ ലഭിച്ചു. ആ യോഹന്നാൻ പിതാവ് യേശു കർത്താവിന്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ആ യോഹന്നാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യോഹന്നാൻ ജനിച്ചതിന് ശേഷം ആണ് യേശു കർത്താവ് ജനിക്കുന്നത്. യേശു കർത്താവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. ഒരു കന്യക ഗർഭിണിയായി, അതായത് യേശു കർത്താവിന് മറിയയും യോസഫും തമ്മിൽ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. എന്നാൽ ആ വിവാഹ നിശ്ചയം നടത്തിയിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഹോദരി ഗർഭിണിയെന്ന് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് നമുക്ക് മാനുഷ്യമായിട്ട് ഒരിക്കലും ചിന്തിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. അത് തന്നെയാണ് യോസഫും പറഞ്ഞത്, ഗൂഢമായിട്ട് ആരും അറിയാതെ ഇവളെ ഉപേക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദർശനത്തിൽ യോസഫിന്റെ ചെന്നിട്ട് പറഞ്ഞു, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ്, ആകയാൽ നീ അവളെ ചേർത്ത് കൊള്ളുക എന്ന് പറയുവാനിടയായി. എന്നാൽ ഈ കന്യകയെ മറിയ ഗർഭിണി ആകുന്നതിന് മുമ്പ് തന്നെ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് എന്ത് പറഞ്ഞു? ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അതായത് ലോകത്ത് ഇത്രയും പേരുണ്ടെങ്കിലും മറിയയാണ് ദൈവം തിരഞ്ഞെടുത്തത്. 10-13 വയസ്സുള്ള ഒരു കന്യകയായിരുന്നു മറിയ. ആ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, നീ ഇങ്ങനെ ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ വരും, നീ ഗർഭം ധരിക്കും, അത് പക്ഷെ പരിശുദ്ധാത്മാവിലായിരിക്കും. ജനിക്കുന്ന കുഞ്ഞ് യേശു എന്ന് പേര് വിളിക്കണം, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതായത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള
ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ഇത്ര പ്രായമാകുന്നവരെ പാലും തേനും ഒക്കെ കഴിച്ചത് ജീവിക്കുക. ഇങ്ങനെയെല്ലാം ആ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മൊത്തം മറിയോട് പറഞ്ഞു. മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അതിനുശേഷം യോസഫിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അങ്ങനെ അവരിവിടെ നിന്ന് കടന്നുപോയി. പ്രസവിക്കേണ്ട സമയമായപ്പോൾ ഹല്ലേലൂയ സത്രത്തിലൊന്നും സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ വഴിയരികിൽ പ്രസവിച്ചു. കുഞ്ഞിനെ അവിടെ നിന്നെടുത്ത് കിടത്തുവാൻ സ്ഥലമില്ലായകയാൽ പുൽത്തൊട്ടിൽ കൊണ്ട് കിടത്തുവാനിടയായി. അങ്ങനെ യേശു കർത്താവ് ബെത്ലഹേമിൽ യഹൂദയിലെ ബെത്ലഹേമിൽ കർത്താവ് ജനിച്ച് ഇന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ജനിച്ച ദൈവം നമ്മോട് കൂടെ അന്നുമുണ്ട് ഇന്നുമുണ്ട്. കർത്താവ് ഒരിക്കലായിട്ട് ജനിച്ചു, ഒരിക്കലായിട്ട് മരിച്ചു, ഒരിക്കലായിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിന്റെ ജനനസമയത്ത് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒന്നോർത്തുകൊള്ളുക, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ആ ദൈവം എപ്പോഴും നമ്മോട് കൂടെയാണ്. അവൻ ഇമ്മാനുവലാണ്. വാസ്തവമായിട്ട് അവനെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ആ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൂതന്മാർ പറയുകയാണ്, എന്തോന്നാണ് കർത്താവിന്റെ ജനനത്തിന് ശേഷം ദൂതന്മാർ സ്വർഗത്തിൽ സന്തോഷിക്കാൻ. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആമേൻ. ഈ വചനം കേട്ട ഓരോ മക്കളുടെ മേലും അസ്വർഗീയ സമാധാനം വ്യാപരിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷങ്ങൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു മാനിക്കണമേ. അവിടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ നിമിഷം മുതൽ ഓരോ വ്യക്തികളോടും കൂടെ അനുഗ്രഹിച്ചു മാനിക്കും. തലമുറകളെ അനുഗ്രഹിക്കും. യൗവനക്കാരെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.